ശബരിമലയിൽ നിന്ന് ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരുന്നു. എന്താണ് ശരിക്കും അത്? എനിക്കിപ്പോൾ ഒരു സംശയം, ശബരിമലയിൽ ഭഗവാൻ അയ്യപ്പൻ്റെ ആ തിരുസ്വരൂപം ഇരിപ്പുണ്ടല്ലോ, അത് ദേവസ്വം ബോർഡ് എടുത്ത് മാറ്റി വേറെ വെച്ചാൽ പോലും നമ്മളാരും അറിയാൻ പോകുന്നില്ല. കോടതി ഇടപെടുന്ന അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്നു. ഇപ്പോൾ ശബരിമലയിലെ ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലികമാരുടെ വിഗ്രഹം പുറത്തു കൊണ്ടുപോയി എന്നുള്ള വിവാദമുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് 2 പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങേറ്റം ഞെട്ടിപ്പിക്കുന്നതും ശബരിമലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാൻ അയ്യപ്പൻ പോലും അവിടെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ട തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അതായത് ഇപ്പോൾ കോടതി ഈ കാര്യം ദേവസ്വം ബെഞ്ച് അതീവ ഗൗരവത്തോടെ എടുക്കുകയാണ്. അപ്പോൾ 2 ദ്വാരപാലകരുടെ ശില്പങ്ങൾ ചെന്നൈയിൽ അമ്പാട്ടൂരിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിൽ ഗോൾഡ് പ്ലേറ്റിങ്ങിന് കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൂടാതെ വേറെ 2 ദ്വാരപാലികമാരുടെ വിഗ്രഹങ്ങൾ കൂടിയുണ്ട്. അത് സ്ട്രോങ് റൂമിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ കോടതി ആവശ്യപ്പെട്ടു. വിജിലൻസ് SP ഇപ്പോൾ പറയുന്നത് സ്ട്രോങ് റൂമിലുണ്ട് എന്ന് പറയുന്ന ചെന്നൈയിൽ കൊണ്ടുപോയിരിക്കുന്ന ദ്വാരപാലികമാരുടേതല്ലാത്ത മറ്റ് 2 ദ്വാരപാലികമാരുടെ വിഗ്രഹങ്ങൾ കാണാനില്ല. നിസ്സാര കാര്യമാണോ? ഭഗവാന്റെ ശ്രീകോവിലിന് മുന്നിൽ കാവൽ നിൽക്കുന്നവരാണോ ദ്വാരപാലകർ അല്ലെങ്കിൽ ദ്വാരപാലികമാർ? അതിൽ 2 വിഗ്രഹങ്ങൾ 2 എണ്ണം എടുത്തിട്ട് സ്വർണ്ണ പൂശാരായിട്ട് ചെന്നൈക്ക് കൊണ്ടുപോയി. ബാക്കി 2 എണ്ണം സ്ട്രോങ് റൂമിലുണ്ടെന്ന് പറയുന്നു. വിജിലൻസ് SP, ദേവസ്വം വിജിലൻസ് SP പരിശോധിച്ചിട്ട് പറയുന്നു അത് കാണാനില്ല. അപ്പോൾ 20-ാം തീയതി അല്ലേ അയ്യപ്പ സംഗമം? അല്ലേ? ശബരിമലയിലെ ഭഗവാന്റെ അമൂല്യമായ വിഗ്രഹങ്ങൾ പോലും എല്ലാ നിയമങ്ങളും ലംഘിച്ച് ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതുകൂടാതെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന 2 വിഗ്രഹങ്ങൾ കാണാനില്ല എന്ന് പറയുന്നു. ഇവരാണ് അയ്യപ്പ സംഗമം നടത്തുന്നത്. തീർന്നില്ല, കോടതി ഒരു വലിയ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ശബരിമലയിലുള്ള ഈ ദ്വാരപാലകമാരുടെ വിഗ്രഹത്തിന് സ്വർണം പൂശി നൽകുന്നത് ചെന്നൈയിലുള്ള ഒരു വ്യവസായിയായ ഉണ്ണികൃഷ്ണ പോറ്റി ആണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 15 വർഷത്തേക്ക് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഇപ്പോഴും ഈ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തുന്നുവെന്നാണ് നമ്മുടെ അറിവ്. അപ്പോൾ കോടതി കഴിഞ്ഞ ദിവസം ഇതിൻ്റെ എല്ലാ രേഖകളും ഹാജരാക്കാൻ പറഞ്ഞു. കോടതി രേഖകളൊക്കെ എടുത്ത് പരിശോധിച്ചപ്പോൾ കോടതി ഞെട്ടിക്കുന്നൊരു വിവരം കണ്ടു. 1999 തന്നെ ഈ ദ്വാരപാലികമാരുടെ വിഗ്രഹത്തിന് സ്വർണ്ണ ക്ലാഡിങ് നടത്തിയിട്ടുണ്ട്. സ്വർണ്ണ ക്ലാഡിങ് എന്ന് പറഞ്ഞാൽ സ്വർണം പൂശലല്ല, സ്വർണത്തിൻ്റെ തകിടുകൾ തന്നെയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദ്വാരപാലികമാരുടെ വിഗ്രഹത്തിന് സ്വർണ്ണപ്പാളി ചേർത്തിരുന്നു. സ്വർണം പിന്നെയും പ്ലേറ്റ് ചെയ്യണം. നിങ്ങളൊരു സ്വർണത്തിൻ്റെ 5 പവൻ്റെ മാല വാങ്ങിച്ചാൽ ഓരോ 5 വർഷം കൂടുമ്പോൾ പ്ലേറ്റ് ചെയ്യാൻ കൊടുക്കുമോ? ഇല്ല. അപ്പോൾ 99-ൽ ഈ ദ്വാരപാലിക വിഗ്രഹങ്ങൾക്ക് സ്വർണ്ണ ക്ലാഡിങ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് രേഖകളിൽ കാണുന്നത്. ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ 2009-ൽ ഈ ചെമ്പ് പാളികൾ സ്വർണ്ണ പ്ലേറ്റ് ചെയ്യാൻ ഉണ്ണികൃഷ്ണ പൊതുവാളിൻ്റെ സ്മാർട്ട് ക്രിയേഷൻസ് കൊടുത്തത് എന്തിനാണ്? ഉണ്ണികൃഷ്ണ പോറ്റിയെ സ്പോൺസറായിട്ട് വന്ന് ചെയ്തത് എന്തിനാണ്? ഓൾറെഡി സ്വർണ്ണ ക്ലാഡിങ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ചെമ്പ് പാളികൾ എന്തിനാണ് സ്വർണ്ണ പ്ലേറ്റിങ്ങിന് കൊടുത്തത്? അപ്പോൾ ഇത് ഇങ്ങനെ 2019-ൽ ഈ ചെമ്പ് പാളികൾ എടുത്തിട്ട് സ്പോൺസർക്ക് പ്ലേറ്റ് ചെയ്യാനായിട്ട് കൈമാറുമ്പോൾ 99-ൽ സ്വർണ്ണ ക്ലാഡിങ് നടത്തിയതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അന്ന് സ്വർണ്ണ ക്ലാഡിങ് നടത്തിയില്ലേ? അതോ ഇനി നടത്തിയ സാധനം എവിടെ പോയി? പിന്നെ ചെമ്പ് പ്ലേറ്റ് ചെയ്യാൻ കൊടുത്തത് എന്തിനാണ്? ഇതിൻ്റെ വ്യത്യാസം എന്നറിയാമോ? സ്വർണ്ണ ക്ലാഡിങ് നടത്തണമെങ്കിൽ 1.5 കിലോ സ്വർണം വേണം. സ്വർണം പൂശാനാണെങ്കിൽ 300 ഗ്രാം മതി. സംഭവം മനസ്സിലായോ? 99-ൽ സ്വർണ്ണ ക്ലാഡിങ് നടത്തി എന്ന് പറയുന്നു. എന്നിട്ട് 2019-ൽ ഈ ദ്വാരപാലിക വിഗ്രഹങ്ങൾ സ്വർണം പൂശാനായിട്ട് ചെമ്പ് പാളികൾ കൊടുക്കുന്നു. അപ്പോൾ 99-ൽ സ്വർണ്ണ ക്ലാഡിങ് നടത്തിയതിനെക്കുറിച്ച് പറയുന്നില്ല. സ്വർണ്ണ ക്ലാഡിങ് നടത്തിയെങ്കിൽ പിന്നെ എന്തിനാണ് ചെമ്പ് വിഗ്രഹങ്ങൾ സ്വർണം പൂശാൻ കൊടുത്തത്? സ്വർണ്ണ ക്ലാഡിങ് എവിടെ പോയി? ഇനി അത് സ്വർണം ആയിരുന്നു ക്ലാഡ് ചെയ്തതെങ്കിൽ, സ്വർണ്ണ ക്ലാഡിങ് നടത്തിയെങ്കിൽ പിന്നെ അതിന്മേൽ എന്തിനായിരുന്നു ഒരു സ്വർണം പൂശൽ വന്നത്?
അപ്പോൾ 1.5 കിലോ സ്വർണവും 300 ഗ്രാം സ്വർണവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതിനകത്തുണ്ട്. അപ്പോൾ കോടതി വീണ്ടും പറയുന്നു, സ്വർണം പൂശാൻ 2019 കൊടുക്കുമ്പോൾ അതിൻ്റെ പീഠം, ലിൻഡൽ ഇതെല്ലാം 1999 തന്നെ സ്വർണ്ണ ക്ലാഡിംഗ് നടത്തിയതാണെന്നാണ് രേഖകളിൽ കാണുന്നത്. 99 തന്നെ പീഠം ഉൾപ്പെടെ ലിൻഡൽ ഉൾപ്പെടെ എല്ലാം സ്വർണ്ണ ക്ലാഡിംഗ് നടത്തിയെങ്കിൽ പിന്നെ അതിന്മേൽ എന്തിനാണ് സാർ ഒരു സ്വർണം പൂശി നടത്തുന്നത് എന്ന് കോടതി ചോദിക്കുന്നു. അപ്പോൾ ഇത് സംഭവം മനസ്സിലായോ? ഞാൻ ഡയറക്റ്റായിട്ടൊരു കാര്യം പറയുന്നില്ല. കോടതിക്ക് തോന്നിയ ഒരു സംശയം ഞാൻ അതേപടി കോടതി പ്രകടിപ്പിച്ച സംശയമാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്താ പ്രിയന് തോന്നുന്നത് എന്താ? ഒന്നുകിൽ ആ സ്വർണ്ണ ക്ലാഡിങ് കൈമോശം വന്നിരിക്കണം, ഇല്ലെങ്കിൽ അത് അഴിച്ചു മാറ്റിയിട്ട് പിന്നീട് ചെമ്പ് ഫിറ്റ് ചെയ്താക്കണം. അങ്ങനെയാണ് ഒരു സ്ഥലത്തുണ്ട് 99 സ്വർണ്ണ ക്ലാഡിങ് നടത്തിയിട്ടുമില്ലായിരിക്കും, നടത്തിയെന്ന് എഴുതി വെച്ചു എന്നിട്ട് എന്ത് ചെയ്തു? 1.5 കിലോ സ്വർണത്തിന്റെ കാശ് ആരെങ്കിലും അടിച്ചു മാറ്റി കാണണം, അല്ലേ? അതെ, ഇതാണല്ലോ അതിന്റെ സാധ്യത. കോടതി പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയാണ്. അപ്പോൾ ശബരിമലയിൽ എന്താ നടക്കുന്നത്? അതിഭീകരമായ ക്രമക്കേടുകൾ നടക്കുന്നു. മാത്രമല്ല, കൊള്ളയിടെയാണ്, ക്രമക്കേടെന്ന് പറയാൻ പറ്റില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ പറഞ്ഞത്? ഞങ്ങൾ തന്ത്രിയുടെ അനുവാദം ചോദിച്ചു, ദേവന്റെ ഹിതം നോക്കി, ഇതെല്ലാം നോക്കിയിട്ടാണ് ചെന്നൈയിലേക്ക് ഈ ദ്വാരപാലിക വിഗ്രഹന്മാർ കൊടുത്തയച്ചത്. പക്ഷേ ശബരിമലയിലെ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ, പൂജ ചെയ്യുന്ന കാര്യത്തിൻ്റെ അല്ല, ഇത്തരം കാര്യങ്ങൾ, വിഗ്രഹങ്ങളുടെ കാര്യങ്ങൾ, അത് മാറ്റൽ അടക്കമുള്ള കാര്യങ്ങളുടെ കാര്യത്തിൽ ചെയ്യും മുമ്പ് ഹൈക്കോടതിയുടെ അനുവാദം വാങ്ങണം. തന്ത്രിയുടെ അനുവാദം ചോദിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയായിരുന്നു, ദേവന്റെ ഹിതം നോക്കാൻ അറിയാമായിരുന്നു, അത് പ്രത്യേക സുരക്ഷയുള്ള വാഹനത്തിൽ കയറ്റി അയക്കണമെന്നറിയാമായിരുന്നു, ആ കൂട്ടത്തിൽ ദേവസ്വത്തിൻ്റെ സ്വർണ്ണപ്പണിക്കാരൻ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ അയക്കണമെന്നറിയാമായിരുന്നു. എന്നാൽ ഹൈക്കോടതി അറിയിക്കണമെന്ന് എന്ന കാര്യം മാത്രം പ്രശാന്ത് മറന്നുപോയി. അതെന്തുണ്ടാവും? അങ്ങനെ അങ്ങ് മറക്കുമോ? കാരണം പറയത്തില്ലേ അവിടെ ഇരിക്കുന്നവർ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ച് അനുവാദം വാങ്ങേണ്ടതാണ്, അതാണ് നടപടിക്രമങ്ങളെന്ന് പറഞ്ഞു കൊടുക്കാൻ പ്രശാന്ത് വേറെ പാർട്ടിയിൽ നിന്ന് CPM-ലേക്ക് വന്നപ്പോൾ കിട്ടിയ സമ്മാനമാണല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അല്ലേ? ഏത് പാർട്ടിയായിരുന്നു? കോൺഗ്രസിലായിരുന്നു. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ സ്വഭാവം അറിയാമല്ലോ, എന്ത് കിട്ടിയാലും അടിച്ചു മാറ്റുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് കോൺഗ്രസ്സുകാർ പറയും, പ്രത്യേകിച്ച് എറണാകുളത്ത് എന്ന് പറയും. ഇവിടെ അവർക്ക് വീക്ഷണം എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ ആസ്ഥാനം ഉണ്ടായിരുന്നു. എവിടെ പോയി വീക്ഷണത്തിൻ്റെ കണ്ണായ സ്ഥലത്തുണ്ടായിരുന്ന കെട്ടിടവും ആസ്ഥാനവും? ഒരു ദിവസം പോയി എന്ന് പറയുന്ന പോലെ കോൺഗ്രസ്സുകാരുടെ പാരമ്പര്യം CPM-ൽ വന്നിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പ്രശാന്ത് ഇരിക്കെ ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടില്ല? അതൊന്നാമത്തെ കാര്യം. കോടതി പറയുകയാണ് അസ്വാഭാവികമാണ്. കോടതി ഈ സ്വർണ്ണ ഇടപാട് സംബന്ധിച്ചാണ് 99 സ്വർണ്ണ ക്ലാഡിംഗ് വന്നെങ്കിൽ പിന്നെ ഇത് 2019 10 വർഷം കഴിഞ്ഞിട്ടല്ലേ? ഇത് 10 20 വർഷം കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് സ്വർണം പൂശാൻ പോകുന്നതിൻ്റെ പിന്നിലെ ചേതോവികാരം അസ്വാഭാവികമാണെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ഭക്തജനങ്ങൾ മനസ്സിലാക്കണം. അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് വലിയ കൊട്ടിഘോഷിച്ചു. കാരണം ഇതിനിടയ്ക്ക് 99 മുതൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന 2025 വരെയുള്ള കാലഘട്ടത്തിൽ നിരവധി സർക്കാരുകൾ മാറിയിട്ടുണ്ട്. ഞാൻ പിണറായി വിജയൻ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല പറയുന്നത്. കേരളം ഭരിക്കുന്ന സർക്കാരുകളുടെ അവരുടെ പ്രോക്സി ആയിട്ട് വന്നിട്ടുള്ള ദേവസ്വം ബോർഡുകളുടെ കാലത്ത് 99 മുതൽ 2025 വരെ, അല്ലെങ്കിൽ ചുരുങ്ങിയ വർഷം 99 മുതൽ 2019 വരെ, 2019 വീണ്ടും സ്വർണം പൂശാൻ പോകുന്നത്. അപ്പോൾ ആ 20 വർഷത്തിനിടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഭഗവാന്റെ ഈ ദ്വാരപാലിക വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് എന്താണ്? അതിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് കോടതി പറയുന്നത്. ഇതേ അസ്വാഭാവികത കോടതി കഴിഞ്ഞ ദിവസവും പറഞ്ഞു. അല്ല, ഇതെല്ലാ നടപടിക്രമങ്ങളും നിങ്ങൾ പാലിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ പാലിക്കാതെ, അതിലും അസ്വാഭാവികതയുണ്ട്. പിന്നെ മാത്രമല്ല, ഈ സ്വർണം പൂശുന്ന അടക്കമുള്ള കാര്യങ്ങൾ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ചെയ്യണം, ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നും വ്യവസ്ഥയുണ്ട്. അതും പ്രശാന്ത് മറന്നുപോയി. അതുകൊണ്ടാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഉടൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. ഇപ്പം കൊണ്ടുവരണം സാധനം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനവർ പറഞ്ഞിരിക്കുന്നത് 12 സ്വർണ്ണപ്പാളികളുണ്ട്, അതിൽ 4 ഉരുക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ കൊണ്ടുവരുമല്ലോ പാടാണ്. കാരണം കോടതിയിലേക്ക് വന്നെന്നറിഞ്ഞപ്പോഴേ കയറി അങ്ങ് ഉരുക്കി കാണും, പിന്നെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഉരുക്കി കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ കോടതി പറഞ്ഞു എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കാൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ശബരിമലയുടെ കാര്യത്തിൽ നമ്മൾ കേട്ടതൊന്നുമല്ല, എന്തൊക്കെയോ വലിയ ദുരൂഹതകളുണ്ട്. ഈ ദുരൂഹതകൾ ഇപ്പോൾ ഭഗവാൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ആളൊന്നുമല്ല. ഭഗവാന് എപ്പോഴൊക്കെ ചെയ്യണമെന്ന് കൃത്യം അറിയാം. ഇപ്പോൾ പിണറായി സർക്കാർ ദേവസ്വം ബോർഡിനെ കരുവാക്കിക്കൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തും. അതിനിപ്പോൾ കഷ്ടിച്ച് 3-4 ദിവസമുള്ളൂ, 20-ാം തീയതിയാണ്. അതിന് തൊട്ടു മുമ്പാണ് ഭഗവാൻ ഇങ്ങനെ
ക്ഷേത്രത്തിലെ സ്വത്ത് അല്ലെങ്കിൽ ഭഗവാന്റെ ദ്വാരപാലികമാരുടെ സ്വർണ്ണ വിഗ്രഹങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഭഗവാൻ ഇടപെടുകയാണ്. ഈ ഭഗവാൻ ഈ കേരളത്തിലെ അല്ല ലോകത്തെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ, ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ മുൻപാകെ പറയുകയാണ് ഈ ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തുന്നു. അതേസമയം എൻ്റെ സ്വത്തുവകകൾ മതിയായ രീതിയിൽ പരിപാലിക്കാൻ പോലും താല്പര്യമില്ലാത്തവരാണ്. അതിൻ്റെ കാര്യത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കാണിക്കുന്നവരാണ് ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഭഗവാന്റെ ഒരു ഇടപെടലായിട്ട് എനിക്ക് തോന്നുള്ളൂ. കാരണം ഇത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ ചർച്ചയല്ല. കാരണം അവർക്ക് അയ്യപ്പനെ, ശബരിമലയെ പൊളിക്കാൻ വേണ്ടിയിട്ട്, അവിടെ ആ ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി എത്രമാത്രം വലിയ കാമ്പയിൻ ചർച്ചകൾ നടത്തിയവരാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, ടെലിവിഷൻ ചാനലുകളെല്ലാം. എന്നിട്ട് അവർ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന ദ്വാരപാലക വിഗ്രഹങ്ങൾ കാണാനില്ല, അത് അവിടെ കാണുന്നില്ല എന്ന് വിജിലൻസ് SP റിപ്പോർട്ട് കൊടുത്ത് ഇന്ന് എത്ര പത്രങ്ങളിൽ, എത്ര ചാനലുകളിൽ വാർത്തയായിട്ടുണ്ട്. അത് മാത്രമല്ല, കോടതി സംശയം പറഞ്ഞിരിക്കുന്നു 99-ൽ ഗോൾഡ് ക്ലാഡിംഗ് നടത്തിയ വിഗ്രഹങ്ങൾ പിന്നെ എന്തിനാണ് 2019-ൽ സ്വർണം പൂശാൻ കൊണ്ടുപോയത്? അപ്പോൾ അന്ന് ക്ലാഡിങ്ങിന് വേണ്ടി എത്ര മാത്രം സ്വർണം ഉപയോഗിച്ചു? ക്ലാഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ ഒരു കണക്കനുസരിച്ച് ക്ലാഡിങ് നടത്താൻ മിനിമം 1.5 കിലോ സ്വർണം വേണമായിരുന്നു. അത്രയും സ്വർണം ഉപയോഗിച്ചിട്ടുണ്ടോ? സ്വർണം ഉപയോഗിച്ചെങ്കിൽ പിന്നത് സ്വർണം പൂശേണ്ടത് എന്തുകൊണ്ടായിരുന്നു എന്നുള്ള കാര്യം കോടതി ചോദിച്ചതും ശബരിമലയിൽ വലിയ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. പക്ഷെ അത് ആളുകളിലേക്ക് പറയില്ല, ആളുകളെ അതറിയിക്കില്ല, അങ്ങനെ പതുക്കി വയ്ക്കുകയാണ്. ഏതായാലും ആചാര ലംഘനം നടത്തി ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച ആളുകൾ ഇപ്പോൾ അയ്യപ്പനെ ശരണം പ്രാപിച്ചുകൊണ്ട് പമ്പാതീരത്ത് അയ്യപ്പ മഹാസമ്മേളനം നടത്താൻ ഭഗവാൻ അയ്യപ്പസ്വാമിയെ ഒരു വിൽപ്പന ചരക്കാക്കി അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇവരുടെ കയ്യിലിരിക്കുന്ന അയ്യപ്പൻ്റെ ഏറ്റവും പവിത്രമായ സ്വർണ്ണ വിഗ്രഹങ്ങൾ സംശയത്തിൻ്റെ നിഴലായിരിക്കുന്നത്. ഈ സംശയത്തിൻ്റെ ആയിരിക്കുന്നത് നമ്മളല്ല ആക്കിയിരിക്കുന്നത്. കോടതി ഇന്നലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, വായിക്കുമ്പോൾ വലിയ സംശയങ്ങൾ വരുന്നു. എൻ്റെ സംശയം, ഇവർ തുടർന്ന് ഭരിച്ചാൽ പോലെയാണ് കേരളത്തിലെ സർക്കാരുകൾ ഭരിക്കുന്നതെങ്കിൽ, ശബരിമലയെ നോക്കുന്നതെങ്കിൽ ഭഗവാൻ, ഭൂതനാഥനായ ഭഗവാൻ തന്നെ രക്ഷിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.